ഹായ്, ചെയിൻ റൂളിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഒരു KTU ക്വസ്റ്റ്യൻ ആണ്, ഒരു നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. W തന്നിട്ടുണ്ട്. W എന്താണ്? x² + y² - z² ആണ്. അപ്പൊ എന്തെല്ലാം കണ്ടുപിടിക്കാം? ∂W/∂x കാണാം, എന്താണ്? 2x. ∂W/∂y കാണാം, എന്ത് വരും? 2y. ∂W/∂z കാണാം, എന്ത് വരും? -2z. ഇനി എന്താണ്? എക്സിനകത്ത് റോയും തീറ്റയും ഫൈയും ഉള്ളത്. x = റോ sin φ sin θ sin φ cos θ. അപ്പൊ എന്തെല്ലാം കണ്ടുപിടിക്കാം? ∂x/∂ρ എന്താണ്? ∂x/∂ρ sin φ cos θ. ∂x/∂θ എന്താണ്? ∂x/∂θ റോ sin φ cos θ ക്ക് മൈനസ് sin θ. ∂x/∂φ എന്താണ്? ∂x/∂φ റോ cos θ sin φ ന്റെ ഡെറിവേറ്റീവ് cos φ. ഇതേപോലെ ഇനി അടുത്തതാണ് y = റോ sin φ sin θ. y = റോ sin φ sin θ. അപ്പൊ ∂y/∂ρ എന്ത് വരും? sin φ sin θ. ∂y/∂φ എന്താണ്? റോ sin θ sin φ ന് cos φ. ∂y/∂θ എന്താണ്? റോ sin φ × sin θ ക്ക് cos θ. ഇത്രയും വന്നു. ഇനി എന്തും കൂടെ ഉണ്ട്? z = റോ cos φ ഇവിടെ ഉണ്ട്. z = റോ cos φ. അപ്പൊ എന്താണ്? ∂z/∂ρ cos φ മാത്രം. ∂z/∂φ എന്താണ്? റോ × cos φ ക്ക് മൈനസ് sin φ. ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഫോർമുല വേണം. ഫോർമുല എന്താണ്? ∂W/∂ρ ∂W/∂ρ എന്ത് വരും? ∂W/∂ρ എന്ന് പറയുന്നത് ∂W/∂x × dx/dρ. dx അല്ല, ∂x/∂ρ പ്ലസ് ∂W/∂y × ∂y/∂ρ പ്ലസ് ∂W/∂z × ∂z/∂ρ. ഇതാണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ∂W/∂x നമുക്കറിയാം. എന്താണ് ∂W/∂x? ∂W/∂x 2x ആണ്. ∂x/∂ρ എന്താണ്? ∂x/∂ρ sin φ cos θ ആണ്. sin φ cos θ. ∂W/∂y എന്താണ്? ∂W/∂y 2y. ∂y/∂ρ എന്ത് വരും? ∂y/∂ρ sin φ sin θ പ്ലസ് ∂W/∂z എന്താണ്? -2z. ∂W/∂ρ എന്താണ്? ∂z/∂ρ cos φ ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ എക്സിനും വൈക്കും ഇസഡിനും പകരം ഈ വാല്യൂസ് കൂടെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആൻസർ ആകും. എക്സിന് എന്താണ്? എക്സിന് പകരം റോ sin φ cos θ. അപ്പൊ 2 റോ sin φ cos θ. അപ്പൊ എന്താവും? ഒരു sin φയും വരും, ഒരു cos θയും വരും. sin² φ cos² θ. ഒരു റോ ഉണ്ട്, ഒരു sin φയും ഒരു cos θയും വരും. അപ്പൊ എന്ത് വരും? 2 റോ sin² φ cos² θ പ്ലസ് 2 y എന്താണ്? y എന്ന് പറഞ്ഞാൽ റോ sin φ sin θ. അപ്പൊ y എന്ന് പറയുമ്പോൾ ഒരു റോ, ഒരു sin φയും ഒരു sin θയും കൂടെ വരും. അപ്പൊ sin² φ sin² θ മൈനസ് 2 z എന്താണ്? റോ cos φ. z റോ cos φ. ഒരു cos φ ഉണ്ട്, അപ്പൊ cos² φ. ഇനി ഇതൊന്ന് കമ്പയർ ആക്കുമ്പോഴത്തേക്ക് ഈ ആദ്യത്തെ ഇത് രണ്ടിൽ നിന്ന് ഒരു 2 റോ sin² φ വെളിയിലെടുക്കാം. ബാക്കി എന്ത് വരും? 2 റോ sin² φ വെളിയിലെടുക്കുമ്പോഴത്തേക്ക് ബാക്കി cos² θ പ്ലസ് sin² θ എന്ന് വരും. cos² θ പ്ലസ് sin² θ 1 ആണ്. മൈനസ് 2 റോ cos² φ ഒന്ന് വരും. cos² θ പ്ലസ് sin² θ 1 ആണ്. അപ്പൊ ബാക്കി എന്താണ് വരുന്നത്? 2 റോ sin² φ 2 റോ sin² φ മൈനസ് 2 റോ cos² φ. അപ്പൊ എന്താണ്? 2 റോ വെളിയിലാക്കാം. ബാക്കി sin² φ മൈനസ് cos² φ. എന്താണ് cos² θ മൈനസ് sin² θ? cos 2θ ആണ്.
അപ്പൊ സൈൻ സ്ക്വയർ ഫൈവ് മൈനസ് കോസ് സ്ക്വയർ ഫൈവ് എന്ത് വരും? മൈനസ് കോസ് 2θ വരും. ഒരു മൈനസും കൂടെ വരും. അതായത് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് 2θ. അപ്പൊ തിരിച്ച് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് 2θ. അപ്പൊ ഇവിടെ എന്താണ്? മൈനസ് 2 റോ, ഒരു 2 റോ ആദ്യം. മറ്റേതിന് പകരം മൈനസ് 2 മൈനസ് കോസ് 2 റോ 2 5 ഇതാണ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടി? മൈനസ് 2 റോ കോസ് 2 5 മൈനസ് 2 റോ കോസ് 2 5 എന്ന് കിട്ടി. ഒരു പാർട്ടായി കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിച്ചു ഡോ ഡബ്ല്യു ബൈ ഡോ റോ കണ്ടുപിടിച്ചു. ഇനി ഇതേപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കണം. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? ഇവിടെ ഫോർമുലയിൽ മാറ്റം വരും. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ തീറ്റ. ഇതാണ് മാറ്റം വരുന്നത്. ഇനി ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് 2x ആണ്. ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്താണ്? ഡോ എക്സ് ബൈ ഡോ തീറ്റ നടക്കുന്നുണ്ട്. മൈനസ് റോ സൈൻ ഫൈവ് സൈൻ തീറ്റ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2x ആണ്. ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് മൈനസ് റോ സൈൻ ഫൈവ് സൈൻ തീറ്റയാണ്. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്താണ്? 2y. ഡോ വൈ ബൈ ഡോ തീറ്റ എന്താണ്? ഡോ വൈ ബൈ ഡോ തീറ്റ റോ സൈൻ തീറ്റ കോസ് തീറ്റ റോ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് എന്ന് പറയുന്നത് മൈനസ് 2z. ഡോ ഇസെഡ് ബൈ ഡോ തീറ്റയോ? ഡോ ഇസെഡ് ബൈ ഡോ തീറ്റ ഇവിടെ ഇല്ല. അപ്പൊ ആ ടേം 0 ആണ്. അപ്പൊ ഇവിടെ ഡോ ഇസെഡ് ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് ഇസെഡിന്റെ തീറ്റയുടെ ടേം ഇല്ലാത്തത് കൊണ്ട് 0 ആണ്. അപ്പൊ ഈ ടേം വേണ്ടല്ലോ. ബാക്കി രണ്ടേ വരുന്നുള്ളൂ. ഇനി എന്താണ്? ആ എക്സും വൈയും കൂടെ റീപ്ലേസ് ചെയ്താൽ മതി. നമ്മുടെ ആൻസർ ആവും. അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് ഒരു മൈനസ് 2. എക്സിന് എന്താണ്? എക്സിന് റോ സൈൻ ഫൈവ് കോസ് തീറ്റ. അപ്പൊ എക്സിന് റോ സൈൻ ഫൈവ് പറഞ്ഞുകൊണ്ട് സൈൻ സ്ക്വയർ 5 സൈൻ തീറ്റ ഒരു കോസ് തീറ്റയും കൂടെ ഉണ്ടോ? മൈനസ് 2 റോ ഉണ്ടായിരുന്നു. എക്സിന് എന്ത് വരും? ഒരു റോയും കൂടെ വരും. അപ്പൊ മൈനസ് 2 റോ സ്ക്വയർ. മൈനസ് 2 ഒരു റോ ഉണ്ടായിരുന്നു. ഒരു റോയും കൂടെ വരുമ്പോൾ മൈനസ് 2 റോ സ്ക്വയർ. സൈൻ 5 ഉണ്ട്. അവിടെ ഒരു സൈൻ 5 ഉണ്ട്. അപ്പൊ സൈൻ സ്ക്വയർ 5 പിന്നെ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് 2 y എന്ന് പറയുന്നത് റോ. ഇവിടെ ഒരു റോ ഉണ്ട്. അപ്പൊ റോ സ്ക്വയർ. പിന്നെ എന്താണ്? സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. അവിടെ ഒരു സൈൻ 5 ആണ്. സൈൻ 5 സൈൻ തീറ്റ ഇവിടെയുണ്ട്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പിന്നെ ഒരു കോസ് തീറ്റ ഇത്രയും വരും. ഹലോ 2 വൈക്ക് ഒരു റോ ഉണ്ട്. അപ്പൊ 2 റോ സ്ക്വയർ പിന്നെ സൈൻ തീറ്റ കോസ് തീറ്റ പിന്നെ ഒരു സൈൻ തീറ്റ സൈൻ 5 കൂടെ വരും. അപ്പൊ സൈൻ 5 സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഇതൊന്ന് ആഡ് ചെയ്യുമ്പോൾ രണ്ടും സെയിം ടേം ആണോ? സൈൻ സ്ക്വയർ തീറ്റ ആണോ? ഇവിടെ ഒരു തെറ്റ് വന്നായിരുന്നു. y എന്ന് പറയുന്നത് റോ സൈൻ 5 സൈൻ തീറ്റയാണ്. അപ്പൊ ഡോ വൈ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് റോ സൈൻ 5 പിന്നെ സൈൻ തീറ്റയ്ക്ക് കോസ് തീറ്റയാണ്. ഉണ്ടോ? ഇവിടെ ഡോ വൈ ബൈ ഡോ 5 വന്നപ്പോഴത്തേക്ക് റോ ഉണ്ടായിരുന്നു സൈൻ 5ക്ക് കോസ് 5 സൈൻ തീറ്റ. ഇത് ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു മാറ്റം വന്നു. അപ്പൊ ഇവിടെ വരുമ്പോ എന്താണ്? ഇത് സൈൻ 5 ആണ്. 2y റോ സൈൻ 5 കോസ് തീറ്റ. അപ്പോൾ ഇവിടെ വരുന്നത് സൈൻ സ്ക്വയർ 5 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. ഇത് രണ്ടും പ്ലസും മൈനസും ടേംസ് ആണ്. രണ്ടും കൂടെ വെട്ടി കളയുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 0 എന്ന് കിട്ടി. ഓക്കെ.
അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡബ്ല്യു തന്നിട്ടുണ്ട്, എക്സ് റോ എക്സ് വൈ ഇസഡ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇട്ടങ്ങ് ചെയ്യാം. ഡോ ഡബ്ല്യു ബൈ ഡോ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ റോ എന്ന് പറഞ്ഞ ഫോർമുല എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ റോ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ റോ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ റോ. ഉണ്ടോ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ റോ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ റോ, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ റോ. ഇനി ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് ഇവിടെ തന്നെ കൊടുക്കാം. എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണ്? 8x. ഡോ എക്സ് ബൈ ഡോ റോ എന്താണ്? ഡോ എക്സ് ബൈ ഡോ റോ സൈൻ 5 കോസ് തീറ്റ, സൈൻ 5 കോസ് തീറ്റ പ്ലസ് ഡോ വൈ ബൈ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ 8y. ഡോ വൈ ബൈ ഡോ റോ എന്താണ്? ഡോ വൈ ബൈ ഡോ റോ സൈൻ 5 സൈൻ തീറ്റ, സൈൻ 5 സൈൻ തീറ്റ. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്താണ്? 2z. ഇനി ഡോ ഇസഡ് ബൈ ഡോ റോ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ റോ കോസ് 5. ഇനി ഇവിടെ ഈ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ കൂടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ റോ സൈൻ 5 കോസ് തീറ്റ. അപ്പൊ എന്താവും? 8 റോ സൈൻ 5 ഒരു കോസ് തീറ്റയും കൂടെ, അപ്പൊ സൈൻ സ്ക്വയർ 5 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 8y ഉണ്ട്. 8y എന്താണ്? റോ സൈൻ 5 ഒരു സൈൻ 5 ഉണ്ട്, സൈൻ സ്ക്വയർ 5 സൈൻ തീറ്റ ഒരു സൈൻ തീറ്റ ഉണ്ട്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2z. 2z എന്താണ്? 2 റോ കോസ് 5 ഉണ്ട്, അപ്പൊ കോസ് സ്ക്വയർ 5 ഇത്രയും വരുന്നുണ്ട്. ഇനി എന്താണ്? ഈ ആദ്യത്തെ രണ്ട് ടേമുകളും കൂടെ 8 റോ സൈൻ സ്ക്വയർ 5 വെളിയിലാക്കുമ്പോഴത്തേക്ക് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പിന്നെ പ്ലസ് 2 റോ കോസ് സ്ക്വയർ 5 കൂടെ ഉണ്ട്. അപ്പൊ എന്താണ്? ഇത് രണ്ടും കൂടെ 1 ആണ്. അപ്പൊ 8 റോ സൈൻ സ്ക്വയർ 5 പ്ലസ് 2 റോ കോസ് സ്ക്വയർ 5 ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഈ തേർഡ് പാർട്ട് ചെയ്ത് നോക്കാം. അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ 5. ഡോ ഡബ്ല്യു ബൈ ഡോ 5 എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ 5 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ 5 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ 5. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണ്? ഇവിടെ നിന്ന് 8x. ഡോ എക്സ് ബൈ ഡോ 5 എന്താണ്? ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 5 റോ കോസ് 5 സൈൻ തീറ്റ. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ത് വരും? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ 8y. ഡോ വൈ ബൈ ഡോ 5 എന്താണ്? 5 ആണ്, അപ്പൊ റോ കോസ് 5 സൈൻ തീറ്റ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്താണ്? 2z. ഡോ ഇസഡ് ബൈ ഡോ 5 എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ 5 മൈനസ് റോ കോസ് 5. ഇനി എന്താണ്? എക്സിന് എന്റെ വാല്യൂ ആ റോ സൈൻ 5 കോസ് തീറ്റ കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും കിട്ടുന്നത്. വൈയുടെ വാല്യൂ എന്താണ്? റോ സൈൻ 5 സൈൻ തീറ്റ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇസഡ് വാല്യൂ എന്താണ്? റോ കോസ് 5 കൊടുക്കുമ്പോഴേ മൈനസ് 2 റോ സ്ക്വയർ സൈൻ 5 കോസ് 5. ഇനി എന്താണ്? ഈ രണ്ട് ടേമിൽ നിന്നും ഒരു 8 റോ സ്ക്വയർ സൈൻ 5 കോസ് തീറ്റ കോസ് 5 വെളിയിലെടുക്കുമ്പോഴത്തേക്ക് അകത്തെന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. പിന്നെ ആ ടേം കൂടെ വരും. അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ആൻസർ 6 റോ സ്ക്വയർ സൈൻ 5 കോസ് 5 എന്ന് കിട്ടും. ഇനി ഒരു പാർട്ട് കൂടെ ഉള്ളൂ. ആ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ കൂടെ ചെയ്ത് നോക്കാം. എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ വരുമ്പോഴത്തേക്ക് ഈ 5 എന്നുള്ളത് തീറ്റ ആയിട്ട് മാറും. വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ 5 എന്നുള്ള തീറ്റ എന്ന് മാറും. തീറ്റ ഇവിടെ ഒരു തീറ്റ, ഇവിടെ ഒരു തീറ്റ, ഇവിടെ ഒരു തീറ്റ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് 8x ആണ്. ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്ത് വരും? റോ സൈൻ 5 ഇൻറ്റു കോസ് തീറ്റയ്ക്ക് മൈനസ് സൈൻ തീറ്റ ആണ് കിട്ടുന്നത് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്താണ്? 8y. ഡോ വൈ ബൈ ഡോ തീറ്റ എന്താണ്? ഡോ വൈ ബൈ ഡോ തീറ്റ റോ സൈൻ 5 കോസ് തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് 2z. ഡോ ഇസഡ് ബൈ ഡോ തീറ്റ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ തീറ്റ അവിടെ ഇല്ല, അതുകൊണ്ട് 0. അപ്പൊ ആ ടൈം വേണ്ടല്ലോ, 0. ഇനി എന്ത് വരും? നമുക്ക് എക്സിന്റെ വാല്യൂ കൊടുക്കാം. മൈനസ് 8 റോ ഉണ്ട്. എക്സ് എന്താണ്? റോ സൈൻ 5 കോസ് തീറ്റ. അപ്പൊ എന്ത് വരും? 8 റോ സൈൻ സ്ക്വയർ 5 സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് 8y അവിടെ റോ ഉണ്ട്. അപ്പൊ 8 റോ സ്ക്വയർ
സൈൻ ഫൈവ് അപ്പൊ സൈൻ സ്ക്വയർ ഫൈവ് സൈൻ തീറ്റ കോസ് തീറ്റ. ഈ രണ്ട് ടേമുള്ളത് രണ്ടും പ്ലസും മൈനസും ആണ്. രണ്ടും വെട്ടിപ്പോകും. നമുക്ക് ആൻസർ 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഡബ്ല്യു തന്നിട്ടുണ്ട്. ഡബ്ല്യുവിനകത്ത് ആറും തീറ്റയുമാണ് വേരിയബിൾ. ഡബ്ല്യു ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ആർ ടാൻ തീറ്റ എന്നുണ്ട്. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ആർ സ്ക്വയറിന് 2 ആണ്. മൈനസ് ആർ ടാൻ തീറ്റയ്ക്ക് മൈനസ് ടാൻ തീറ്റ. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എന്താണ്? ആർ സ്ക്വയറിന് 0 മൈനസ് ആർ ടാൻ തീറ്റയ്ക്ക് സീക് സ്ക്വയർ തീറ്റ. ആർ വന്നിട്ടുണ്ട്. ആർ റൂട്ട് എസ് ആണ്. അപ്പൊ ഡോ ആർ ബൈ ഡോ എസ് എന്താണ്? ഇവിടെ ഡോ ആർ ബൈ ഡോ എസിന്റെ ആവശ്യമില്ല. ഡി ആർ ബൈ ഡി എസ് മതി. ഒരു വേരിയബിളല്ലേ ഉള്ളൂ. ഡി ആർ ബൈ ഡി എസ് എന്താണ്? റൂട്ട് എസിന് 1/2 റൂട്ട് എസ്. ഇനി ഉള്ളത് തീറ്റ ഈക്വൽ ടു പൈ എസ് എന്നാണ്. തീറ്റ ഈക്വൽ ടു പൈ എസ്. അപ്പൊ ഡി തീറ്റ ബൈ ഡി എസ് എന്താണ്? ഡി തീറ്റ ബൈ ഡി എസ്. തീറ്റ ഈക്വൽ ടു പൈ എസ് എന്നാണ്. അപ്പൊ ഡി തീറ്റ ബൈ ഡി എസ് എന്ന് പറയുന്നത് പൈ എന്ന് കിട്ടും. ഇനി നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി എസ് ചെയ്ത് നോക്കാം. ഡി ഡബ്ല്യു ബൈ ഡി എസ് എന്ത് വരും? ഡി ഡബ്ല്യു ബൈ ഡി എസ് എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഇവിടുത്തെ വേരിയബിൾ ആറും തീറ്റയുമാണ്. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ എസ് അല്ലേ? ഡോ എസ്. പക്ഷെ ഇവിടെ ഡോ ഇല്ല, ഡി എ ഉള്ളൂ. ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പം ഡി മതിയല്ലോ. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി എസ് പ്ലസ് അടുത്ത വേരിയബിൾ എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ബൈ അടുത്ത തീറ്റയാണ്. അടുത്ത തീറ്റ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എസ്. ഇതാണ് ഫോർമുല. നമ്മൾ ഡബ്ല്യുവിനകത്ത് ആറും തീറ്റയാണുള്ളത്. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ. ഡബ്ല്യുവിനകത്ത് ആറും തീറ്റയാണ്. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ. പിന്നെ ആറിനകത്ത് എന്താണ്? ആറിനകത്ത് എസും തീറ്റയ്ക്കകത്ത് എസും. അപ്പൊ ആറിനകത്ത് എന്താണ്? ഡി ആർ ബൈ ഡി എസും തീറ്റ ഡി തീറ്റ ബൈ ഡി എസും. അപ്പൊ ഇതാണ് ഫോർമുല. അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്താണ്? 2r മൈനസ് ടാൻ തീറ്റ. 2r മൈനസ് ടാൻ തീറ്റ. ഡി ആർ ബൈ ഡി എസ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എന്താണ്? മൈനസ് ആർ സീക് സ്ക്വയർ തീറ്റ. ഡി തീറ്റ ബൈ ഡി എസ് പൈ ആണ്. ഇനി നമുക്ക് എസിന് 1/4 എന്നുള്ള വാല്യൂ കൂടെ കൊടുക്കാം. എസിന് 1/4 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് വരും? അത് മാത്രമല്ല, ആർ വരുന്നിടത്തെല്ലാം റൂട്ട് എസ് എന്നും തീറ്റ വരുന്നിടത്തെല്ലാം പൈ എസ് എന്നും കൊടുക്കണം. അപ്പൊ എന്താവും? ആർ വരുന്നിടത്തെല്ലാം റൂട്ട് എസും തീറ്റയ്ക്കെല്ലാം പൈ എസും. അപ്പൊ 2r റൂട്ട് എസ് മൈനസ് ടാൻ തീറ്റയ്ക്ക് പൈ എസ്. പിന്നെ ഒരു 1/2 റൂട്ട് എസ് ബൈ 2 റൂട്ട് എസ് മൈനസ് ആർ എന്താണ്? ആറിന് റൂട്ട് എസ്. ഒരു പൈ ഉണ്ട്. പൈ അവിടെ ഉണ്ടല്ലോ. സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു പൈ. അപ്പൊ പൈ വെളിയില്. സീക് സ്ക്വയർ തീറ്റ എന്താണ്? സീക് സ്ക്വയർ തീറ്റയ്ക്ക് പൈ എസ്. ഇത് കിട്ടി. ഇനി എന്താണ്? എസിന്റെ വാല്യൂ 1/4 ആണ്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ ആൻസർ ആവും. അപ്പൊ ആർ റൂട്ട് 1/4 മൈനസ് ടാൻ പൈ ഇൻറ്റു 1/4 മൈനസ് റൂട്ട് എസ് എന്താണ്? 1/4 പൈ സീക് സ്ക്വയർ π/4 ബൈ 2 റൂട്ട് 1/4. 1/4ന്റെ റൂട്ട് എന്താണ്? 1/2 എന്താണ്? 2 ആണ്. അപ്പൊ എന്ത് വരും? ഇതെല്ലാം കൊടുത്താൽ മതി. ആർ നമ്മൾ ആറിന് വേണം കൊടുക്കേണ്ടത് റൂട്ട് എസ്. അപ്പൊ 2r. ഇപ്പൊ ഇവിടെ 2 ആണ്. 2r 2 റൂട്ട് എസ്. ഇവിടെ 2 റൂട്ട് എസ്. ഇവിടെ 2r ആയിരുന്നല്ലോ. അപ്പൊ 2 റൂട്ട് എസ്. 2 റൂട്ട് എസ് എന്താണ്? റൂട്ട് 1/4 1/2 ആണ്. മൈനസ് ടാൻ 45. ടാൻ 45 1 ആണ്. അപ്പൊ ഇത് 1/1 0 മൈനസ് റൂട്ട് 1/4 1/2. ഒരു പൈ ഉണ്ട്. സീക്ക് π/4 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ്. അപ്പൊ സീക് സ്ക്വയർ π/4 വെറും 2 ആണ്. ബൈ 2 × 1/2.
അപ്പൊ ഇത് 1 മൈനസ് 1 അത് പോയി. അടുത്ത് ഇവിടെ ഒരു മൈനസ് 5 2 വെട്ടി പോയിട്ട് മൈനസ് 5 ഉണ്ട് ബൈ 1. അപ്പൊ ആൻസർ മൈനസ് 5 എന്നാണ് കിട്ടിയത്. ആൻസർ കിട്ടി കഴിഞ്ഞു. ഒരു KT ക്വസ്റ്റൻ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. യു തന്നിട്ടുണ്ട്, നമുക്കിത് പ്രൂവ് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കിതിന് ആർ എന്നും ഇതിന് എസ് എന്നും ഇതിന് ടി എന്നും പേര് കൊടുക്കാം. അപ്പൊ ആർ ഈക്വൽ ടു എക്സ് ബൈ വൈ, എസ് ഈക്വൽ ടു വൈ ബൈ ഇസഡ്, ടി ഈക്വൽ ടു ഇസഡ് ബൈ എക്സ്, ഇങ്ങനെ പേര് കൊടുക്കാം. ആറും എസും ടി. അപ്പൊ ഇനി നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണാം, ഡോ യു ബൈ ഡോ വൈ കാണാം, ഡോ യു ബൈ ഡോ ഇസഡ് കാണാം. ഡോ യു ബൈ ഡോ എക്സിന്റെ ഫോർമുല എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോ യു ബൈ ആറും എസും ടി ആണ്. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ അല്ല ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഇതാണ് ഫോർമുല. എന്താണ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോ യു ഡോ എക്സ്, ഡോ യു ഡോ എക്സ്, ഡോ യു ഡോ എക്സ്, പിന്നെ എന്താണ് ഡോ ആർ ഡോ ആർ, ഡോ എസ് ഡോ എസ്, ഡോ ടി ഡോ ടി. ഇതാണ് ഫോർമുല. നമുക്ക് ഡോ യു ബൈ ഡോ ആർ അറിഞ്ഞൂടാ, അപ്പൊ അത് അതുപോലെ ഇട്ടേക്കാം. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു എന്താണ് ഡോ ആർ ബൈ ഡോ എക്സ്. ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 ബൈ വൈ പ്ലസ് ഡോ യു ബൈ ഡോ എസ് അറിഞ്ഞൂടാ, അത് അതുപോലെ ഇടും. ഡോ എസ് ബൈ ഡോ എക്സ് എന്താണ്? ഡോ എസ് ബൈ ഡോ എക്സ് ഇവിടെ ഇല്ല, അപ്പൊ 0 പ്ലസ് ഡോ യു ബൈ ഡോ ടി അറിഞ്ഞൂടാ, അതുപോലെ ഇട്ടേക്കും. ഡോ ടി ബൈ ഡോ എക്സ് എന്താണ്? ഡോ ടി ബൈ ഡോ എക്സ് ഇസഡ് കോൺസ്റ്റന്റ് ആണ്. 1 ബൈ എക്സിനെ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ വരും. ഇതല്ലേ. ഇനി എന്ത് ചെയ്യാം? ഒരു എക്സ് ഇൻറ്റു ചെയ്യാം. എക്സ് ഡോ യു ബൈ ഡോ എക്സ് വേണ്ടേ? അപ്പൊ എക്സ് ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? ഒരു എക്സ് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ബൈ ഡോ യു ബൈ ഡോ ആർ ഇതില്ല. അടുത്തെന്താണ്? ഒരു എക്സ് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ഇസഡ് ബൈ എക്സ് ഡോ യു ബൈ ഡോ ടി. അത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തെന്ത് വേണം? ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ എന്താണ് ഇവിടെ വേണ്ടത്? ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ എന്താണ്? ഡോ യു ബൈ വേണ്ട ഇവിടെ ഡോ വൈ, ഇവിടെ എന്താണ്? ഡോ യു ഇവിടെ ഡോ വൈ പ്ലസ് ഡോ യു ഇവിടെ ഡോ വൈ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ആർ വരും. ഡോ ആർ ഡോ ആർ. ഇവിടെ എന്താണ്? ഡോ എസ് ഡോ എസ്, ഡോ ടി ഡോ ടി. ഇതാണ്. ഇനി നമുക്ക് ഡോ യു ബൈ ഡോ ആർ അറിഞ്ഞൂടാ, അതവിടെ കിടക്കട്ടെ. ഡോ യു ബൈ ഡോ ആർ എന്താണ്? ഡോ ആർ ബൈ ഡോ വൈ. ഡോ ആർ ബൈ ഡോ വൈ എക്സ് ആണ് കോൺസ്റ്റന്റ്. 1 ബൈ വൈക്ക് മൈനസ് 1 ബൈ വൈ സ്ക്വയർ, അപ്പൊ മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ എന്ന് വരും. പ്ലസ് ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു എന്താണ്? ഡോ എസ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് വൈ എടുക്കുമ്പോൾ 1 ബൈ ഇസഡ് പ്ലസ് ഡോ യു ബൈ ഡോ ടി അറിഞ്ഞൂടാ. ഡോ ടി ബൈ ഡോ വൈ എന്താണ്? ഡോ ടി ബൈ ഡോ വൈ അവിടെ വൈ ഇല്ല, 0. ഇനി എന്ത് ചെയ്യണം? നമ്മളിവിടെ വൈ ഇവിടെ എന്ത് ചെയ്യാം? വൈ ഡോ യു ബൈ ഡോ വൈ, വൈ ഡോ യു ബൈ ഡോ വൈ ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ വൈ കൊണ്ട് ഇന്ത്യ എന്ത് വരും? ഒരു വൈ കൂടെ കയറി വരുമ്പോൾ മൈനസ് എക്സ് ബൈ വൈ ഡോ യു ബൈ ഡോ ആർ പ്ലസ് ഒരു വൈ വരുമ്പോഴേ വൈ ബൈ ഇസഡ് ഡോ യു ബൈ ഡോ എസ്. അവിടെ അതില്ല. ഇനി എന്തും കൂടെ വേണം? നമുക്ക് ഡോ യു ബൈ ഡോ ഇസഡ് കൂടെ വേണം, അതുകൂടെ ചെയ്യാം. എന്നിട്ട് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടുമോ നോക്കാം. അതായത് നമുക്കിനി വേണ്ടത് ഡോ യു ബൈ ഡോ ഇസഡ് ആണ്. ഡോ യു ബൈ ഡോ ഇസഡ് എന്ത് വരും? ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ്. ഇതല്ലേ. ഇനി എന്താണ് ഡോ യു ബൈ ഡോ ആർ? നമുക്ക് അറിഞ്ഞൂടാ. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ് എന്താണ്? ഡോ ആർ ബൈ ഡോ ഇസഡ് ഇവിടെ ഇസഡ് ഇല്ല, 0 പ്ലസ് ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ ഇസഡ് എന്താണ്? ഇവിടെ വിത്ത് റെസ്പെക്ട് ഇസഡ് എടുക്കുമ്പോൾ മൈനസ് വൈ ബൈ ഇസഡ് സ്ക്വയർ, മൈനസ് വൈ ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു എന്താണ്? ഡോ ടി ബൈ ഡോ ഇസഡ് 1 ബൈ എക്സ് ആണ്. നമുക്കൊരു ഇസഡ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇസഡ് ഡോ യു ബൈ ഡോ ഇസഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടൈം ഇല്ല, ഇവിടെ ഒരു ഇസഡ് വെട്ടിക്കളഞ്ഞിട്ട് മൈനസ് വൈ ബൈ ഇസഡ് ഡോ യു ബൈ ഡോ എസ് പ്ലസ് ഇസഡ് ബൈ എക്സ് ഡോ യു ബൈ ഡോ ടി. ഇനി എന്താണ്? ഇത് മൂന്നും കൂടെ നാടി നോക്കാം. എന്ത് വരും? നമുക്കിതിന്
1 എന്നും ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും പറഞ്ഞിട്ട് മൂന്നും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്താണ് 1 + 2 + 3 എന്ന് പറഞ്ഞാൽ എന്താണ് x dou u by dou x plus y dou u by dou y plus z dou u by dou z. അപ്പൊ എന്താണ് എല്ലാ ടേമിന്റെയും ആൾട്ടർനേറ്റീവ് ടേം കൂടെ ഉണ്ട്. x by y dou u by dou r അടങ്ങുന്നു. x by y dou u by dou r അതിന്റെ മൈനസ് കൂടെ ഉണ്ട്. അപ്പൊ ഇത് രണ്ട് വെട്ടിപ്പോകുമല്ലോ. എല്ലാ ടൈമിന്റെയും മൈനസ് ഉണ്ട്. അപ്പൊ ഇവിടെ x by y dou u by dou r, ഇവിടെ മൈനസ് x by y dou u by dou r അതിന്റെ വെട്ടിപ്പോകും. അടുത്തെന്താണ് മൈനസ് z by x dou u by dou t, മൈനസ് z by x dou u by dou t അത് വെട്ടിപ്പോകും. പിന്നെ എന്താണ് മൈനസ് y by z dou u by dou s, മൈനസ് y by z dou u by dou s വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള പ്രൂവ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 തവണ KT ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല, അതുപോലെ തന്നെയാണ്. നമ്മൾ ഇതിന് R എന്നും ഇതിന് S എന്നും ഇതിന് T എന്നും കൊടുക്കാം. അപ്പൊ R എന്താണ് x മൈനസ് y, S എന്ന് പറയുന്നത് y മൈനസ് z, T എന്ന് പറയുന്നത് z മൈനസ് x. ഇത് ഡോ w ബൈ ഡോ എക്സ് ആണ്. ഡോ w ബൈ ഡോ എക്സ് എന്താണ് ഡബ്ല്യൂനകത്ത് ആറും എസും ടി, ആറിനകത്ത് എക്സും വൈയും ഇസെറ്റും, എസിനകത്ത് എക്സും വൈയും ഇസെറ്റും, ടിക്കകത്തും എക്സും വൈയും ഇസെറ്റും. അപ്പൊ ഫോർമുല എന്ത് വരും ഡോ w ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ w ഇവിടെ ഡോ എക്സ് പ്ലസ് ഡോ w ഇവിടെ ഡോ എക്സ്, ഡോ w ഇവിടെ ഡോ എക്സ്. ഇനി എന്ത് വരും അടുത്ത് വരുന്ന ആറാണ്. അപ്പൊ ഡോ ആർ ഡോ ആർ, അടുത്തത് ഡോ എസ് ഡോ എസ്, ഡോ ടി ഡോ ടി. ഇതാണ് ഫോർമുല. നമുക്ക് ഡോ w ബൈ ഡോ ആർ അറിഞ്ഞൂടാ, അതോടെ കിടക്കട്ടെ. ഡോ ആർ ബൈ ഡോ എക്സ് എന്താണ് ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 പ്ലസ് ഡോ w ബൈ ഡോ എസ് അറിഞ്ഞൂടാ. ഡോ എസ് ബൈ ഡോ എക്സ് എന്താണ് അവിടെ ഇല്ല 0 പ്ലസ് ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് എന്താണ് വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ -1. അടുത്ത് ഡോ w ബൈ ഡോ വൈ നോക്കാം. ഡോ w ബൈ ഡോ വൈ എന്താണ് ഡോ w ഡോ വൈ, ഇവിടെ എന്ത് വരും ഡോ ആർ പ്ലസ് ഡോ w ഡോ വൈ, ഡോ എസ് ഡോ w ഡോ ഇസെറ്റ് ഡോ വൈ, ഡോ ടി ആർ എസ് ടി. നമുക്ക് അറിഞ്ഞുള്ളത് കിടക്കട്ടെ. ഡോ w ബൈ ഡോ ആർ അറിഞ്ഞൂടാ. ഡോ ആർ ബൈ ഡോ വൈ എന്താണ് ഡോ ആർ ബൈ ഡോ വൈ -1 പ്ലസ് ഡോ w ബൈ ഡോ എസ് അറിഞ്ഞൂടാ. ഡോ എസ് ബൈ ഡോ വൈ എന്താണ് 1, ഡോ w ബൈ ഡോ ടി ബൈ ഡോ വൈ എന്താണ് ഡോ ടി ബൈ ഡോ വൈ അവിടെ ഇല്ല 0. ഇനി ഒരാൾ കൂടെ ഉണ്ട് ഡോ w ബൈ ഡോ ഇസെറ്റ്. ഡോ w ബൈ ഡോ ഇസെറ്റ് എന്ത് വരും ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസെറ്റ് പ്ലസ് ഡോ w ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ ഇസെറ്റ് പ്ലസ് ഡോ w ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ ഇസെറ്റ്. അടുത്ത് എസ് അല്ല ടി ആണ്. ഇനി എന്താണ് ഡോ w ബൈ ഡോ ആർ അറിഞ്ഞൂടാ. ഡോ w ബൈ ഡോ ആർ ഇൻറ്റു എന്താണ് ഡോ ആർ ബൈ ഡോ ഇസെറ്റ് അവിടെ ഇല്ല 0 പ്ലസ് ഡോ w ബൈ ഡോ എസ് ഇൻറ്റു എന്താണ് ഡോ എസ് ബൈ ഡോ ഇസെറ്റ് -1 ആണ് പ്ലസ് ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസെറ്റ് എന്താണ് 1. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നോക്കുക. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും കൊടുക്കുക. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും എല്ലാ ടേമും ആൾട്ടർനേറ്റ് ടേംസ് ആണ് വെട്ടിപ്പോകും. അപ്പോൾ 0 ആണ് കിട്ടുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അതായത് 1 + 2 + 3 ഡോ w ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ വൈ പ്ലസ് ഡോ w ബൈ ഡോ ഇസെറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ഡോ w ബൈ ഡോ ആർ ഉണ്ട്, ഇവിടെ എവിടെയോ അതിന്റെ മൈനസ് ഉണ്ട്. ഡോ w ബൈ ഡോ ആർ മൈനസ് ഡോ w ബൈ ഡോ ആർ. ഡോ അടുത്ത് എന്താണ് ഈ ടേമിന്റെ മൈനസ് അവിടെ ഉണ്ട്. ഡോ w ബൈ ഡോ വൈ എടുക്കുമ്പോഴത്തേക്ക് ഡോ w ബൈ ഡോ എസ് ഇത് 0 ആണല്ലോ. ഡോ w ബൈ ഡോ ടി ഇതാ കിടക്കുന്നു. ഇനി എന്താണ് അങ്ങനെ എല്ലാ ടൈമിലും
സൈനിന്റെ മൈനസ് ഉണ്ട്. ഡോ ഇതാണ്, മാറിപ്പോയായിരുന്നു. ഇവിടെ നിന്ന് ഇതും വെട്ടിപ്പോകും. അപ്പൊ എല്ലാ ടേം വെട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 0 തന്നെ കിട്ടും. എല്ലാത്തിന്റെയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് മൈനസ് വരുന്നുണ്ട്. എല്ലാം വെട്ടി കഴിയുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ ഓക്കെ, താങ്ക് യു.